നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വിവാഹം നടക്കണമെങ്കിൽ എനിക്ക് 2 ഡിമാൻഡുകളുണ്ട്. ഡിമാൻഡോ? എന്ത് ഡിമാൻഡ്? പറയാം. ഗൗരി മരിച്ച കേസിൽ ഞാനിപ്പോൾ അക്യൂസ്ഡ് ആണല്ലോ. ആ കേസിൽ കോടതി എന്നെ ശിക്ഷിക്കാതെ വെറുതെ വിടണം. ആ കേസിന് പിന്നിലെ സത്യം എന്താണെന്ന് തെളിയണം. അതാണ് എന്റെ ഫസ്റ്റ് ഡിമാൻഡ്. ഇനി രണ്ടാമത്തെ ഡിമാൻഡ് പറയാം. എന്റെ മാളു നിന്നെ അമ്മയായിട്ട് അംഗീകരിക്കണം. എന്റെ മോള് പറയണം നിന്നെ അവളുടെ അമ്മയായി ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് ഇഷ്ടമാണെന്ന്. ഈ 2 കാര്യങ്ങൾ എന്ന് നടക്കുന്നോ അന്ന് മാത്രമേ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കൂ. ഈ 2 കാര്യങ്ങൾ നടക്കുന്നത് വരെ നീ കാത്തിരിക്കേണ്ടി വരും. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഗംഗേ, മോളെ ഗംഗേ, ഗംഗേ, ഇവളിതെവിടെ പോയി? രാത്രി പുറത്തിറങ്ങാൻ പേടിയുള്ള കുട്ടിയാണല്ലോ. രാത്രി പുറത്തിറങ്ങാനേ എനിക്കിപ്പോ പേടിയൊന്നുമില്ല. ഗംഗേ, എന്നെ കാണാതെ മുത്തശ്ശി കുറച്ചിരുന്ന് പേടിക്കട്ടെ. മോളെ, നീ എവിടെയും പോയില്ലെന്ന് മുത്തശ്ശിക്ക് അറിയാം. അതുകൊണ്ട് ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വാ. ഇല്ല, വരുന്നില്ല. മഹിയുടെ കാര്യത്തിൽ സത്യം ചെയ്യിക്കുമെന്ന് പേടിച്ചിട്ടാണോ നീ ഒളിച്ചിരിക്കുന്നത്? ആ അതെ, അത് തന്നെ കാര്യം. മോളെ, നീ എനിക്ക് സത്യം ചെയ്ത് തരണ്ട. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. അങ്ങനെ വഴിക്ക് വാ. മോളെ ഗംഗേ, നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കില്ല. മോളെ ഗംഗേ, മുത്തശ്ശിയെ വിഷമിപ്പിക്കാതെ പുറത്തേക്ക് വാ. മോളെ ഗംഗേ. മുത്തശ്ശി, നീ എന്നെ പേടിപ്പിച്ചതാണോ? മുത്തശ്ശി എന്താ കരുതിയത്? ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിന്നോ? പേടിത്തൊണ്ടി, നീയാണോ രാത്രി പുറത്തിറങ്ങുന്നത്? എന്റെ കൂട്ടില്ലാതെ നീ രാത്രി പുറത്തിറങ്ങില്ലല്ലോ. ആ നിക്ക് നിക്ക് നിക്ക്, എന്നെ അങ്ങനെ വില കുറച്ചൊന്നും കാണണ്ട. എനിക്കിപ്പോഴേ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്. ഓ, നിന്റെ ധൈര്യത്തിന്റെ കാര്യമൊന്നും എന്നോട് പറയില്ലേ. ഒരു പാറ്റയെ കണ്ടാൽ നിലവിളിക്കുന്നവളാ നീ. മുത്തശ്ശിക്ക് എന്റെ അത്ര പോലും ധൈര്യം ഇല്ലാന്ന് തോന്നുന്നല്ലോ. കുറച്ചു നേരം എന്നെ കാണാതിരുന്നപ്പോ ദേഹമൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ. നീ എവിടെയും പോയില്ലെന്നറിയാം. എന്നാലും പെട്ടെന്ന് നിന്നെ കാണാതായപ്പോ ഉള്ളിലൊരു ആദി തോന്നി. എന്റെ ചക്കര കുട്ടി, എന്നെ കുറിച്ച് എന്തിനാ ഇത്രയും ആദി? ആർക്കും എന്നെ പിടിച്ചോണ്ട് പോകാനൊന്നും ആവില്ല. സാക്ഷാൽ ശ്രീ മഹേശ്വരനാ എന്റെ കൂടെ ഉള്ളത്. ഇനി സമാധാനത്തോടെ പോയി ജാനകിക്കുട്ടി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. നോക്കി നിൽക്കതെ വാ ഇങ്ങോട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.